ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ തീർക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ട്രേഡ് മാർക്ക് എന്നുള്ളതും എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടും ട്രേഡ് മാർക്ക് എടുത്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എന്തിനൊക്കെ ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് വേർഡ് മാർക്കാണ്. അതായത് ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ബിസിനസ് നെയിമോ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സോ ഒരു ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ, അതുപോലെ അമുൽ, ഡയറി ബ്രാൻഡായിട്ടുള്ള അമുൽ, ഇൻഫോസിസ്, വിക്കോ, ഇതൊക്കെ എക്സാമ്പിളാണ്. രണ്ടാമതായിട്ട് ലോഗോ അല്ലെങ്കിൽ സിമ്പിൾ, ഡിവൈസ് മാർക്ക് എന്ന് പറയും. അത് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു യുണീക്കായിട്ടുള്ള നിങ്ങളുടെ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ എലിമെൻ്റ് ആണല്ലോ ലോഗോ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ എയർടെല്ലിൻ്റെ ലോഗോ, പിന്നെ ഹൽദിറാം, റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ, ഇതൊക്കെ ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. മൂന്നാമതായിട്ട് സ്ലോഗൻ, ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാച്ച് ഫ്രൈസ് ഒക്കെ നമുക്ക് ഇതുപോലെ ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സർഫ് എക്സലിൻ്റെ കറ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ദാഗ് അച്ചേ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ നമുക്ക് ട്രേഡ് മാർക്ക് എടുത്ത ഒരു എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിളാണ് ഹർഗർ കുച്ച് കെത്തെ ഹേ എന്നുള്ള ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ടാഗ് ലൈൻ. ടേസ്റ്റ് ദി തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള തംസപ്പിൻ്റെ സ്ലോഗനും ഒരു എക്സാമ്പിളാണ്. അടുത്തതാണ് സൗണ്ട് മാർക്ക് എന്ന് പറയുന്നത്. യുണീക്കായിട്ടുള്ള ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു ജിങ്കിളോ ഒരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഒരു സൗണ്ട്, അതായത് യുണീക്കായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് സൗണ്ട് മാർക്ക് എടുക്കാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയയുടെ ടൂൺ, അതുപോലെ ICICIൻ്റെ ബാങ്ക് ജിങ്കിൾ, ഇനി അതല്ലെങ്കിൽ എയർടെല്ലിൻ്റെ ജിങ്കിൾ. ഇതെല്ലാം റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഓരോ സൗണ്ട് മാർക്കാണ്. അപ്പോൾ ഇതും ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തതാണ് കളർ മാർക്ക് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് കളറോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സോ ബ്രാൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാഡ്ബറിയുടെ പർപ്പിൾ കളർ, അതായത് ചോക്ലേറ്റ് പാക്കേജിങ്ങിലൊക്കെ നമ്മൾ കാണുന്ന പർപ്പിൾ കളർ എന്ന് പറയുന്നത് പാൻറ്റോൺ 2685C എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അത് ട്രേഡ് മാർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ റിലയൻസ് ജിയോൻ്റെ റെഡ് ആൻഡ് ബ്ലൂ കളർ, ഇതും അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കളേഴ്സാണ്. പിന്നെ പറയാനുള്ളത് വോഡഫോൺ റെഡ്, അതും അവർ അഡ്വർടൈസിങ്ങിനും സ്റ്റോഴ്സിനൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കാണുന്ന കളറാണ്. അപ്പോൾ ഇതും ട്രേഡ് മാർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഉള്ളതാണ് ഷേപ്പ് മാർക്ക് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഷേപ്പോ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊക്കക്കോളയുടെ ഈ ബോട്ടിൽ, ഇത് ഈ ഒരു കോണ്ടോർ ഷേപ്പ് ബോട്ടിൽ എന്ന് പറയുന്നത് കൊക്കക്കോളയ്ക്ക് യുണീക്കായിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. അപ്പോൾ ഇത് ട്രേഡ് മാർക്ക് എടുത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് ടൊബ്ലറോണിൻ്റെ ചോക്ലേറ്റ്, ഈ ഒരു ട്രയാങ്കിൾ ചോക്ലേറ്റ് ബാർ എന്ന് പറയുന്നത് ട്രേഡ് മാർക്കിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. പിന്നെ പറയാനുള്ളതാണ് ഫെററോ റോഷറിൻ്റെ പാക്കേജിങ്, ഈ ഒരു ഗോൾഡ് ഫോയിൽ അതുപോലെ ബോക്സ് ഡിസൈൻ എന്ന് പറയുന്നത് ഇവർക്ക് മാത്രം യുണീക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഒരു സീരീസ് മാർക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു ബ്രാൻഡ് നെയിമിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മെക്ഡൊണാൾഡ്സിൻ്റെ മെക് സ്പൈസി, മെക് വെജി, മെക് ആലു ടിക്കി എന്നൊക്കെ പറയുന്ന ഈ ഒരു സീരീസ് ഇവർ സീരീസ് മാർക്ക് എടുത്തിട്ടുള്ള ട്രേഡ് മാർക്കിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ ബജാജിൻ്റെ ബജാജ് പൾസർ, ബജാജ് അവെഞ്ചർ, ബജാജ് പ്ലാറ്റിന എന്ന് പറയുന്നതും ഒരു എക്സാമ്പിളാണ്. FMCG ഐറ്റംസിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടാനിയയുടെ ഗുഡ് ഡേ, ബ്രിട്ടാനിയയുടെ മാരി ഗോൾഡ്, ബോർബോൺ ബിസ്ക്കറ്റ്സ് ഒക്കെ ട്രേഡ് മാർക്ക് എടുത്തിരിക്കുന്ന
സീരീസ് മാർക്കിൻ്റെ എക്സാമ്പിളാണ്. എട്ടാമതായിട്ട് സർട്ടിഫിക്കേഷൻ മാർക്സ്, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിനെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിലുള്ള മാർക്സുകളും നമുക്ക് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ എല്ലാം ക്വാളിറ്റി നിർണ്ണയിക്കുന്ന രീതിയിലുള്ള മാർക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ISI മാർക്ക്, അതുപോലെ ആഗ് മാർക്ക്, FSSAIയുടെ ലോഗോ, ഇതെല്ലാം ഡിഫറെൻറ്റ് കാര്യങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാർക്സാണ്. അപ്പോൾ ഇതും നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മറ്റൊന്നാണ് കളക്റ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഒരു മാർക്ക് യൂസ് ചെയ്യുകയാണ് അവരുടെ മെമ്പേഴ്സിനായിട്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കളക്റ്റീവ് മാർക്ക് എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ CA ലോഗോ, അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ FICCI ലോഗോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിനെ റെഫർ ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാർക്സിനും ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പത്താമതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് റീജിയണൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ദർജീലിംഗ് ടീ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു പ്രീമിയം ടീ ആണിത്. ദർജീലിംഗ് ടീ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ടീക്ക് നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാം. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ബ്രാൻഡ്സിനെയാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ മൈസൂർ സിൽക്ക് എന്ന് പറയുന്ന കർണാടകയിലുള്ള ഒതൻറ്റിക് സിൽക്കിൻ്റെ ട്രേഡ് മാർക്ക്. പിന്നെ അതുപോലെ മഹാരാഷ്ട്രയിലുള്ള സുപ്പീരിയർ ക്വാളിറ്റി മാംഗോ ആയിട്ടുള്ള അൽഫോൺസോ മാംഗോ. പിന്നെ അതുപോലെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കേട്ടിരിക്കുന്ന അരോമാറ്റിക് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ബസ്മതി റൈസ്. ഇതും ട്രേഡ് മാർക്കിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാമാണ്, ഇത്രയും 10 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ എടുത്തു വരുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ട്രേഡ് മാർക്ക് അറ്റോർണീനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഞങ്ങളതിൻ്റെ സർവീസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ഡീറ്റെയിൽസിൽ കോസ്റ്റ് ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. കോസ്റ്റ് വരുന്നത് 7,500 റുപ്പീസാണ് ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ 4,500 രൂപ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് നമ്മൾ പേ ചെയ്യുന്ന ഫീ ആണ്. ബാക്കിയാണ് നമ്മുടെ സർവീസ് ചാർജ് വരുന്നത്. ഇതിൻ്റെ മറ്റു ഫോർമാലിറ്റീസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം, നിങ്ങൾ എന്താണോ മൈൻഡിൽ കണ്ടുവച്ചിരിക്കുന്ന നെയിം അല്ലെങ്കിൽ ഒരു ഫ്രേസോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് അവൈലബിലിറ്റി ഞങ്ങൾ സെർച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ ഇത് തരുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ പ്രൊസീഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ട്രേഡ് മാർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മറ്റ് സംശയങ്ങൾക്ക് മറുപടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.